എലിശല്യം രൂക്ഷമായതോടെ വീട്ടിൽ എലിവിഷം വെച്ച കുടുംബത്തിന് നഷ്ടമായത് സ്വന്തം കുഞ്ഞുങ്ങളെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. ഗിരിധരൻ പവിത്ര ദമ്പതികളുടെ മക്കളായ 6 വയസ്സുകാരി വിശാലിനിയും 1 വയസ്സുള്ള സായി സുദർശനുമാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. ദമ്പതികൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുമാണ്. ബാങ്ക് മാനേജറായ ഗിരിധരൻ വീട്ടിൽ എലിശല്യം രൂക്ഷമായതോടെയാണ് സമീപത്തു തന്നെയുള്ള ഒരു കീടനാശിനി കമ്പനിയുടെ സഹായം തേടുന്നത്. തുടർന്ന് ഇന്നലെ ഈ കമ്പനിയിലെ ജീവനക്കാർ വീട്ടിലെത്തി പരിശോധന നടത്തുകയും വീടിന്റെ പലയിടങ്ങളിലായി എലികളെ കൊല്ലുന്നതിനായി ഗുളിക രൂപത്തിലും പൊടി രൂപത്തിലും ഇവർ എലിവിഷം നിക്ഷേപിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ അവിടെ നിന്നും മടങ്ങുകയും ചെയ്തു. എന്നാൽ വീട്ടുകാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ നൽകാതെയാണ് അവർ അവിടെ നിന്നും മടങ്ങിപ്പോയത്. തുടർന്ന് സാധാരണത്തെ പോലെ തന്നെ ഭക്ഷണം കഴിച്ച ശേഷം AC ഓണാക്കിക്കൊണ്ട് രാത്രി കുട്ടികളോടൊപ്പം ഈ കുടുംബം ഉറങ്ങാനായി കിടക്കുകയായിരുന്നു. എന്നാൽ പുലർച്ചെ ആയതോടെ ദമ്പതികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ തുടങ്ങി. തുടർന്ന് കുട്ടികളെ വിളിച്ചപ്പോൾ അനക്കമുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ വിവരം സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുകയും സുഹൃത്തുക്കളെത്തി 4 പേരെയും ആശുപത്രിയിൽ പ്രവേശിക്കുകയുമായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തും മുൻപേ തന്നെ കുട്ടികൾ 2 പേരും മരണപ്പെട്ടിരുന്നുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഗിരിധരനും പവിത്രയും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഇന്നലെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. വീര്യം കൂടിയ എലിവിഷമാണ് ഇവർ എലികളെ കൊല്ലാനായി വീട്ടിൽ നിക്ഷേപിച്ചിരുന്നത്. രാത്രി AC പ്രവർത്തിപ്പിച്ചതോടുകൂടി എലിവിഷത്തിൽ അടങ്ങിയ രാസവസ്തുക്കൾ അന്തരീക്ഷത്തിലൂടെ പടരുകയും 4 പേരും ഇത് ശ്വസിക്കാൻ ഇടയാവുകയും ചെയ്തു. അതാണ് കുട്ടികളുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ സ്വകാര്യ കീടനാശിനി കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മതിയായ നിർദ്ദേശങ്ങൾ നൽകാതെ എലിവിഷം വെച്ച് മടങ്ങിയതിനാണ് കേസ്. എലിവിഷം വീട്ടിൽ വെച്ച ആളുകൾ ഉൾപ്പെടെ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കമ്പനിയുടെ ഉടമ ഒളിവിൽ പോയിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. എന്തായാലും ദൗർഭാഗ്യകരമായ ഈ സംഭവം ഇത്തരം വിഷപദാർത്ഥങ്ങളുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ ഇത്തരം രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ചെന്നൈയിലെ കുന്ദ്രത്തൂരിലാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.